ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി കെ വി ഷീജ മകൾ, വേദിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയാണ് ശ്രീ ഡോക്ടർ സി ഗംഗാധരൻ അവർ, പ്രിയപ്പെട്ട ക്ലബ്ബ് ഭാരവാഹികളെ, അതുപോലെ തന്നെ ഇവിടെ അനുമോദനം ഏറ്റുവാങ്ങാനെത്തിയിട്ടുള്ള കിക്ക് ബോക്സിംഗ് നാഷണൽ ഗോൾഡ് മെഡൽ ചാമ്പ്യനായിട്ടുള്ള ദീക്ഷിത് പ്രവീൺ, അതുപോലെ തന്നെ കാപ്പ മാസ്റ്റർ മിസ്റ്റർ കണ്ണൂർ ചാമ്പ്യൻ ശ്രീ വിജേഷ്, പ്രിയപ്പെട്ട LSS, USS, SSC +2 വിജയികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, നമുക്കറിയാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേരളത്തിനകത്ത് പ്രത്യേകിച്ചും ഒരു വലിയ നിലയിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നാണ് എന്ന തിരിച്ചറിവിലാണ് ഇങ്ങനെ വോയിസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരു അനുമോദന പരിപാടി സംഘടിപ്പിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചകളിലായി വിവിധങ്ങളായിട്ടുള്ള പരിപാടികളിൽ നമ്മളെല്ലാം പങ്കെടുത്തു. വളരെ ആവേശപൂർവ്വമാണ് രക്ഷിതാക്കളും കുട്ടികളും ഈ അനുമോദനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വന്നു ചേരുന്നു. വളരെ പ്രതീക്ഷയാണ് നമ്മളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവർക്ക് ഈ കാഴ്ചകൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പുതുതലമുറ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ ഭാഗ്യവാന്മാരാണ്. രാവിലെ ഞാൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഞാനവരോട് പറഞ്ഞു, എനിക്ക് എൻ്റെ തലമുറയിൽപ്പെട്ടവർക്ക് അങ്കണവാടിയിൽ പോകാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഈ തലമുറയിൽ ഇന്ന് അനുമോദിക്കപ്പെടുന്ന എല്ലാവരും രക്ഷിതാക്കൾക്ക് അവസരം കിട്ടാത്തവരുണ്ടാവും, അങ്കണവാടിയിൽ പ്രവേശനം കിട്ടിയവരാണ്. ഈ സ്കൂളിന്റെ 2013 ഒരു സ്ലോഗൻ ഇങ്ങനെയായിരുന്നു: മണലിടത്തിൽ നിന്ന് ഇന്ററാക്ഷൻ ബോർഡിലേക്ക് വരും. 113 വർഷമായ ഈ സ്കൂളിന്റെ അന്നത്തെ 2013 ആ സ്ലോഗൻ ഇപ്പൊ പറഞ്ഞ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെല്ലാം തമാശയാണ് അല്ലേ? നോക്കല്ലേ, നമ്മളൊന്നും എഴുതിയിട്ടില്ല. പൊടി മണലെടുത്തെന്ന് പറയുന്നു, മണലിൽ ഹരിസരി കുറിച്ചവർ അല്ലേ? ഇവിടെ ആരും ഉണ്ടാവില്ല. പക്ഷെ അതെ അതെ ഭാഷ തലമുറ ഉണ്ടാവും. ആ മണലെടുത്തിൽ നിന്ന് വിരലുകൊണ്ട്, അതേ വിരലുകൊണ്ട്, മണലിൽ എഴുതിയ വിരലുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീനിൽ തൊട്ട് പഠിക്കാനുള്ള അവസരം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. 1ാം ക്ലാസ് മുതൽ അല്ലേ, ഇവിടെ നിങ്ങൾക്കറിയാലോ സംഗതികളൊക്കെ. 1ാം ക്ലാസ് മുതൽ എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ടായ ഒരു കാലത്താണ് നിങ്ങൾ വിദ്യാഭ്യാസിച്ചത്. പൊതുവിദ്യാഭ്യാസത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നൊന്നും ഞാൻ പറഞ്ഞ് ഒരുപാട് സമയമെടുക്കുന്നില്ല. 10 ലക്ഷം പുതിയ കുട്ടികൾ പൊതുവിദ്യാലയത്തിലേക്ക് കടന്നു വന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ മേന്മയെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, കണ്ട് തൊട്ട് മനസ്സിലാക്കിയത്. ഈ വർഷം SLCക്ക് A+ വാങ്ങിയ കുട്ടികൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 50% കുറഞ്ഞിട്ടുണ്ട്. 60,000-ൽ പരം വരുന്ന കുട്ടികൾ 30,000-ൽ ചിലർ കണക്കിലേക്ക് ഞാൻ വിശദമായി പോവുകയാണ്. അങ്ങനെ കുറയാനിടയായത് നമ്മുടെ പാഠ്യ പദ്ധതിയുടെ പരിഷ്കരണത്തിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ വർഷമായിരുന്നു 10ാം ക്ലാസ്സിൽ ആദ്യമായി പുതിയ പാഠപുസ്തകം വന്നു. കേരളത്തിലെ വിദ്യാഭ്യാസം SLC റിസൾട്ട്, +2 റിസൾട്ട് എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിയാത്തതാണ്. ഇങ്ങനൊരു വലിയ ചരിത്രം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാലത്ത് ഇവിടെ ഇരിക്കുന്ന 10ാം ക്ലാസ് പാസ്സായ ഒരു വിദ്യാർത്ഥിയും ലോകത്തെവിടെയുമുള്ള 10ാം ക്ലാസ് പാസ്സായ അല്ലെങ്കിൽ സെക്കൻഡറി പരീക്ഷ പൂർത്തിയാകുന്ന വിദ്യാർത്ഥിയും തമ്മിൽ സംസാരിക്കാൻ, ഇന്ററാക്ഷൻ നടത്താൻ, കോമണായ കാര്യങ്ങളിൽ സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുക എന്നതായിരുന്നു ലക്ഷ്യം. വിദ്യാഭ്യാസത്തിന്റെ ഒരു ആഗോള തലത്തിലേക്ക് വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക.
ഇങ്ങനെ ഒരുപാട് അനുഗ്രഹീതമായ കാലയളവിലാണ് നിങ്ങൾ ഈ വിദ്യാഭ്യാസം ചെയ്ത് പൂർത്തീകരിച്ചത്. പഴയതുപോലെ ഒരു ചോക്കെടുത്ത് ഇത് ടെസ്റ്റ് ട്യൂബായി സങ്കല്പിക്കണം എന്ന് പറയുന്ന കാലമായിരുന്നില്ല ഇക്കഴിഞ്ഞു. നമ്മുടെ കാടാച്ചിറ രാവിലെ ഞാൻ പോയ സ്കൂളിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും കാടാച്ചിറ ഹൈസ്കൂളായിരുന്നു. കാടാച്ചിറ ഹൈസ്കൂളിലെ ലാബ് അല്ലേ, കാടാച്ചിറ ഹൈസ്കൂൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, നമ്മൾ കണ്ടാൽ മനസ്സിലാവും. അവിടെയെല്ലാം നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ ഒരു തലത്തിൽ നിന്ന് വേണം വിദ്യാഭ്യാസത്തെ നമുക്ക് നോക്കിക്കാണാം. വിദ്യാഭ്യാസത്തെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും മാത്രമായുള്ള ഒരു ഏർപ്പാടല്ല. കോവിഡ് കാലത്ത് 5 വർഷം മുമ്പ് നമ്മളത് കണ്ടു. കോവിഡ് കാലത്ത് ഒരു SLC പരീക്ഷ എഴുതാൻ പോയ കുട്ടികൾ ഒരുപക്ഷെ രക്ഷിതാക്കളുടെ കൂട്ടത്തിലുണ്ടാവും. എന്തായിരുന്നു പരിചരണം? വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ, വാഹനത്തിൽ പുറപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലെ വാഹനത്തിൽ കൊണ്ടുപോയി വിടുമ്പോൾ വീട്ടുകാർ, സ്കൂളിന്റെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ അല്ലെങ്കിൽ സ്കൂളിന്റെ ഗേറ്റിൽ ഇറങ്ങിയാൽ ആ പരിസരത്തേക്ക് മറ്റുള്ളവരുടെ കടന്നു വരവുണ്ടോ എന്ന് പരിശോധിക്കുന്ന കച്ചവടക്കാർ, പൊതുജനങ്ങൾ ഒക്കെയുള്ള ഒരു ടീം പുറത്ത്. ഗേറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെ, നെറ്റിയിൽ അല്ലെ നമ്മുടെ ശരീര ഊഷ്മാവ് അളക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മിഷനുമായി നിൽക്കുന്ന ഒരു ആരോഗ്യ പ്രവർത്തക. ക്ലാസ്സിനകത്ത് പ്രവേശിച്ചാൽ തുല്യ അകലം പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന അധ്യാപകർ. ഇനി കോവിഡ് വന്നതോ വരാൻ സാധ്യതയുള്ളയോ ക്വാറന്റൈനിൽ നിൽക്കുന്നയോ ആളുകളെ പ്രത്യേക റൂമിൽ ഇരുത്തി പരീക്ഷ എഴുതിക്കാൻ അല്ലെ PPE കിറ്റ് ഉൾപ്പെടെയിട്ട അധ്യാപകർ. ഇതെല്ലാം എന്തിനാ ഇപ്പൊ പറഞ്ഞെന്ന് ചോദിച്ചാൽ, എന്തായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസത്തെ ആളുകൾ ഇങ്ങനെ പരിരക്ഷയോടുകൂടി എന്നെ പിന്തുണാ സംവിധാനം നൽകി മെച്ചപ്പെടുത്തുന്നത് എന്നതിന്റെ നമ്മുടെ മുമ്പിലുള്ള ഒരു ഉദാഹരണം, തൊട്ട് മുമ്പിലുള്ള ഉദാഹരണം. ഞാൻ പറഞ്ഞു വന്നത്, ഈ കാലത്ത് വിദ്യ അഭ്യസിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഭാഗ്യം ചെയ്തവരാണ്. അതിലേറെ നിങ്ങൾക്ക് കഴിവുകളെ വികസിപ്പിക്കാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ പങ്കെടുത്ത ഒരു അനുസ്മരണ വേദിയിൽ അവിടെ മൊമെന്റോ നൽകി ആദരിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് ഒരു ഡോക്ടറെയാണ്. ഡോക്ടർ എന്ന് പറയുമ്പോൾ അല്ലെ ഡോക്ടറേറ്റ് അഭിസംബോധന ചെയ്യാം. MBBS പാസ്സായതല്ല നമ്മുടെ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറയുന്നത് MBBS. ആ കുട്ടി മാകാലമായി സംസാരിക്കുകയായിരുന്നു. ഉപഹാരമൊക്കെ കൊടുത്ത് മറുപടി നൽകാൻ അവസരം കിട്ടി. അവർ പറഞ്ഞത്, സയൻസിൽ +2 എല്ലാ വിഷയത്തിലും A+ വാങ്ങി സയൻസിൽ പഠിക്കണമെന്ന് എല്ലാവരും നിർബന്ധിച്ചപ്പോഴും ഞാൻ MBBS എൻട്രൻസ് പരീക്ഷക്കല്ല പോയത്. ഞാൻ ഫിസിക്സിൽ പഠിക്കണം, അതിൽ കുറച്ചുകൂടി നല്ല ഒരു സയന്റിസ്റ്റ് ആവണം എന്ന കാഴ്ചപ്പാടായിരുന്നു എന്റെ മനസ്സിൽ. ഞാൻ കഴിഞ്ഞ ദിവസം അനുമോദനം ഉപഹാരം സമർപ്പിക്കുമ്പോൾ എല്ലാവരോടും സ്വകാര്യം ചോദിച്ചു, എന്താവണം എന്ന് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ കുട്ടികൾ ഇങ്ങനെ പറയും. പഴയ കാലത്ത് ഇങ്ങനെ പറയുമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നോട് പ്രായമുള്ള ഒരു അമ്മമ്മച്ചി ചോദിച്ചാണ്, ഒരു 10-28 വയസ്സ് കഴിഞ്ഞ അവരുടെ ഒരു പേരക്കുട്ടി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. BA കഴിഞ്ഞു, MA കഴിഞ്ഞു, അതിനുശേഷം പഠിക്കുന്നു, പിന്നെ എന്ത് പഠിക്കണം? അപ്പൊ അവര് ആത്മകഥ വന്നോളും എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, എല്ലാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കുട്ടിക്കൊള്ളുന്നത്, ഞാൻ ചെറുതാ, മരിക്കുന്നത് വരെ സ്കൂളിൽ പോക്കാണോ എന്ന്. നോക്കൂ, നിങ്ങൾ ഇപ്പൊ അങ്ങനെയില്ല. നിങ്ങളെല്ലാം മനസ്സിൽ ഓരോ സങ്കല്പമുണ്ട്. SLC കഴിഞ്ഞവർ +2 ഏത് വിഷയം എടുക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു, അതിൽ ചേർന്നിട്ടുണ്ട്. അപൂർവം ചിലർക്ക് ആഗ്രഹിച്ചത് കിട്ടാതെ പോയിട്ടുണ്ടാവും. +2 കഴിയുമ്പോഴേക്ക് നമ്മൾ ആഗ്രഹിക്കുകയാണ്, നമ്മൾ തീരുമാനിച്ചുറക്കുകയാണ് ഏതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഡിഗ്രി വേണമോ, അല്ല അനുബന്ധ കോഴ്സുകളിലേക്ക് പോകണമോ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ പഴയ തലമുറയിൽ നിന്ന് നമ്മളിലേക്ക് വന്നിട്ടുള്ള മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാനപരമായിട്ടുണ്ടായ മാറ്റം. ആ ചോദ്യത്തെ വെച്ചുകൊണ്ട് നമുക്ക് പറയണം, 4 വർഷത്തെ ഡിഗ്രി വിദ്യാഭ്യാസം, ഡിഗ്രി പഠനം. ഞാനടക്കം 1 വർഷം എൻ്റെ മകള് ഡിഗ്രി പഠിക്കേണ്ട സമയം ഏതാണ്ട് ആ ഘട്ടത്തിലാണ് ആ വാർത്ത വരുന്നത്. 1 വർഷം നഷ്ടപ്പെടുകയായിരുന്നു. മഹാത്മജി വിദ്യാഭ്യാസത്തെ കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നതിന് ആകെ ഉള്ളിലേക്ക് പോയത്. എന്താ പറഞ്ഞത്? അദ്ദേഹം വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്
കേവലമായി പാഠപുസ്തകങ്ങളിൽ പരീക്ഷ എഴുതി വിജയം നേടേണ്ട ഒന്ന് മാത്രമല്ല അതിനടിവരെ അത് മനസ്സിനെയും ശരീരത്തെയും സമൂഹത്തെയും ശുദ്ധമാക്കാനും അത് സ്വതന്ത്രമായി വിഹരിക്കാനുമുള്ള ഒന്നായി മാറണം വിദ്യാഭ്യാസം എന്നാണ്. അപ്പോ കേവലമായി പാഠപുസ്തകങ്ങളിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നവർ മാത്രമായി നമ്മുടെ തലമുറ മാറിക്കൂടാ. ഈ സങ്കല്പമാണ് ഒരുപക്ഷെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ ഡിഗ്രിക്ക് 1 വർഷം വർദ്ധിപ്പിച്ച് ഒരു നൈപുണ്യ വികസനം, സ്കിൽ ഡെവലപ്മെന്റ്, അതാണ് 4ാമത്തെ വർഷം. അപ്പോ ഡിഗ്രി കഴിയുമ്പോഴേക്ക് നമ്മൾ ഏത് മേഖലയിലാണോ താല്പര്യപൂർവ്വം പഠിച്ചത് ആ പഠിച്ച മേഖലയുമായി ബന്ധപ്പെട്ട ഒരു അറിവ്, കഴിവ്, നൈപുണ്യം നമ്മൾ ആർജിച്ചിരിക്കും. അപ്പോ ഇനി എന്ത് എന്ന് ചോദിച്ചാൽ ഞാനിതാ സർട്ടിഫിക്കറ്റിന്റെ ഭാഗമായിട്ടുള്ള ഈ കഴിവിലേക്ക് പ്രവേശിക്കുന്നു. ഏത് പഠനം ഇങ്ങനെ തുടർച്ചയായി കൊണ്ടുപോകേണ്ട ഒന്നാണ് പഠനം, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിന്റെ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ളതാവണം എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയായി നമുക്ക് കാണുന്നത്. ഇങ്ങനെ വിദ്യാഭ്യാസം മെച്ചപ്പെടുമ്പോൾ ആ വിദ്യാഭ്യാസ മേഖലയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കേരളം ഒരു വയോജന ഡംപിംഗ് ഏരിയ എന്ന തരത്തിലുള്ള സങ്കല്പം ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുക. പക്ഷെ അതിൽ നിന്ന് മാറി നമുക്ക് എന്തുകൊണ്ട് ഈ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നവരായി മാറിക്കൂടാ എന്ന ചിന്തയിലേക്കും ഈ നാട് വളർന്നു. അതിനകത്ത് വിശദമായി കടന്നു വരും. അപ്പോ എല്ലാ തരത്തിലും വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും തൊഴിൽ സാധ്യതകൾ സംബന്ധിച്ചും എല്ലാം ഏറെ ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ എന്ന് പറയാനാണ് ഞാൻ ഇത്രയും ഭാഗം സൂചിപ്പിച്ചത്. ഇനി ഈ വിദ്യാഭ്യാസത്തെയും ഈ നേടിയിട്ടുള്ള നേട്ടത്തെയും നമുക്ക് എങ്ങനെയാണ് ഈ സമൂഹത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തോടൊപ്പം നാമും നമ്മുടെ കുടുംബവും ജീവിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നതുകൂടി പറഞ്ഞാണ്. നമ്മളെല്ലാം അല്ലെ വിവിധങ്ങളായിട്ടുള്ള ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ നല്ല കൃഷി ഓഫീസറോ നല്ല പഞ്ചായത്ത് സെക്രട്ടറിയോ നല്ല ഒരു ഫാർമസിസ്റ്റോ അല്ലെങ്കിൽ നല്ല കൃഷിക്കാരനോ ഒക്കെ ആയി മാറേണ്ടവരാണ് നിങ്ങൾ, സയന്റിസ്റ്റോ ഒക്കെ. ഇങ്ങനെ വ്യവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ആ പോകേണ്ടുന്ന മേഖലയിൽ നമ്മുടെ കഴിവ് പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം അത് സാമൂഹ്യമായ ഉത്തരവാദിത്വത്തോടു കൂടിയാകുമ്പോഴാണ് നമുക്കത് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിന് നിങ്ങളെ കൊണ്ട് കിട്ടുന്ന ഗുണം. ഞാൻ നേരത്തെ പറഞ്ഞു, പനി വരുന്നുണ്ടോ, വഴി തെറ്റുന്നുണ്ടോ, ആരെങ്കിലും സ്പർശിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കി പരീക്ഷ എഴുതാൻ തയ്യാറാക്കിയ, പരീക്ഷ എഴുതിച്ച നിങ്ങളെ അത്രമാത്രം കണ്ണിലൊഴിച്ച് സംരക്ഷിച്ച ആ സമൂഹത്തോട് നമുക്ക് പ്രതിബദ്ധതയുള്ളവരായി മാറാൻ കഴിയണ്ടേ? എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മരുന്ന് മാറി കഴിച്ചു, ഡോക്ടർ അല്ലെ രോഗി മരണപ്പെടുകയാണ്. ഒരുപക്ഷെ അവരുടെ ജോലി കൃത്യമായി, ആത്മാർത്ഥമായി, സത്യസന്ധതയോടുകൂടി ചെയ്താൽ ഒരു മരുന്നും മാറാൻ വേണ്ടി പോകുന്നില്ല. നമ്മുടെ കേരളത്തിലാണ് അല്ലെ സമീപ ദിവസങ്ങളിൽ നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയോട് കൃത്യത, സത്യസന്ധത, ആത്മാർത്ഥത, സാമൂഹ്യ പ്രതിബദ്ധത, അത് ഏത് മേഖലയായി നമുക്ക് നിർവഹിക്കാൻ സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ വിജയം ഈ A+ലോ ഈ ബോക്സിങ്ങിലോ അല്ലെ മാത്രമായി ചുരുങ്ങില്ല, നമ്മുടെ ജീവിത വിജയമായി അത് രൂപാന്തരപ്പെടും. അവിടെ വിജയിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും കൃത്യമായ A+ഓ അതിന്റെ മുകളിലുള്ള പ്ലസോ വാങ്ങിയവരാണ് എന്ന് സമൂഹം നമ്മെ കുറിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ പുതിയ തലമുറ പലതിനോടും പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാത്തവരായി മാറുന്നുണ്ടോ എന്ന ഒരു ചർച്ച കൂടി നടത്തേണ്ടുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ ഈ അനുമോദനം നടത്തുന്നത്. ഞാൻ അതിന്റെ ഉള്ളടക്കത്തിലേക്കല്ല പോകുന്നത്. നമ്മുടെ കുട്ടികൾ പരീക്ഷയെ ഭയക്കുന്നു, ചില നിസ്സാര കാര്യങ്ങളെ തരണം ചെയ്യാനുള്ള മടി ഉണ്ടാവുന്നു. അതിനുള്ള പ്രത്യാഘാതം എന്താണ് എന്ന് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല, അങ്ങനെ വിശദീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോ എന്തിനേലും നിസ്സാരമായി അല്ലെ വീട്ടിനകത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, സ്കൂളിനകത്തുണ്ടാകുന്ന ചില പ്രതിസന്ധികൾ, പരീക്ഷയോട് നമുക്കുള്ള ഭയം, ഇതെല്ലാം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? പലപ്പോഴും ഉൾവലിയുകയാണ്. എന്നാൽ ഇതുപോലെ സാമൂഹ്യമായി നിങ്ങൾക്ക് നൽകുന്ന പിന്തുണകൾ, ക്ലബുകളായാലും സാംസ്കാരിക സ്ഥാപനങ്ങളായാലും പൊതുസമൂഹമായാലും നിങ്ങൾക്ക് നൽകുന്ന പിന്തുണ ഇതിനു വേണ്ടി ഉപയോഗിക്കണം.
നമ്മുടെ മാനസികമായ കരുത്ത് വർദ്ധിപ്പിക്കാൻ കൂടി ഉതകുന്നതായി മാറ്റാൻ കഴിയണം. അങ്ങനെ വരുമ്പോ ഏത് പ്രതിസന്ധിയെയും നല്ല സമചിത്തതയോടെ പ്രതികരിക്കാനും മുറിച്ചു കിടക്കാനുള്ള മനസ്സുള്ളവരായി നമ്മൾ മാറും. അപ്പോൾ പുതിയ തലമുറയെ കുറിച്ച് പറയുന്ന ഒരു പോരായ്മയുണ്ട്. എന്താ? കാറ്റടിക്കുമ്പോ അപ്പൂപ്പൻ താടി സഞ്ചരിക്കുന്നത് പോലെ നിലം തൊടാതെ സഞ്ചരിക്കുന്നവരാണ് പുതിയ തലമുറകൾ. ജെൻസി എന്നിപ്പോ അതിന് പേര് അല്ലേ? കോക്രോച്ചിയുടെ പുറകിൽ കോടിക്കണക്കിന് ആളുകൾ വരികയാണ് അല്ലേ? നിമിഷ നേരം കൊണ്ട്. അങ്ങനെ ഒരു അപ്പൂപ്പൻ താടികളെ പോലെ സഞ്ചരിക്കേണ്ടവരല്ല നമ്മൾ മലയാളികൾ. പ്രത്യേകിച്ചും നമ്മൾ ഓരോരുത്തരും വിദ്യാഭ്യാസത്തിലും നമ്മുടെ ജീവിതം കരുപിടിപ്പിച്ചതിനും വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ നമുക്ക് അപ്പൂപ്പൻ താടിയിൽ നിന്ന് മാറി ഭൂമിയിൽ മണ്ണിൽ വേരുള്ളവരായി നിൽക്കാൻ സാധിക്കണം. അങ്ങനെ നിന്ന് ഈ സമൂഹത്തിന്റെ നിസ്സാരമായ പ്രതിസന്ധികളെ നല്ല സ്ഥൈര്യത്തോടുകൂടി മനസ്ഥൈര്യത്തോടുകൂടി മുറിച്ചു കടക്കാൻ കൂടി കഴിയുമ്പോഴാണ് ഇന്ന് സുപ്രധാനമായ ഒരു ദിവസമാണ്. ആരൂരാന്റെ ചരമദിനമാണ്. ആരുടേതാ? പറഞ്ഞോ? ഐക്യം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനം. ഐക്യം മുഹമ്മദ് ബഷീർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹം പറഞ്ഞു വെച്ചത്, നമുക്ക് എല്ലാവർക്കും മുന്നേറാനുള്ള ഒരുപാട് മാർഗങ്ങളാണ് അദ്ദേഹം പുസ്തകത്തിലൂടെ എഴുതി വെച്ചത് അല്ലേ? ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആ വൈക്കം ബഷീർ പറഞ്ഞു വെച്ച ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ സ്ഥായിയായ നമ്മുടെ ഭൂമിയിൽ നിന്ന് മണ്ണിൽ നിന്ന് ഈ സമൂഹത്തെയും തൊട്ടടുത്ത സഹജീവിയെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും പൊതുസമൂഹത്തെയും നോക്കിക്കാണുമ്പോൾ കൃത്യമായ പിന്തുണാ സംവിധാനങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾ നമുക്ക് നൽകുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും. അതിന് മുഹമ്മദ് ബഷീർ നമ്മളോട് പറഞ്ഞത് നല്ല മനുഷ്യരാവാൻ നോക്കുക എന്നാണ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും നല്ല മനുഷ്യരാവാൻ കഴിയട്ടെ. അതിനുവേണ്ടിയാവട്ടെ ഇത്തരം അനുമോദനങ്ങൾ, ഇത്തരം വേദികൾ അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ വിജയിച്ച എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.